മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ്. അതായത് ഒലിവ് ഇൻ്റർനാഷണൽ ഇവേ ഇവിടെ ഒരു കല്യാണം നടക്കുക. ഈ കല്യാണത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത് ഒത്തിരി ആളുകൾ പങ്കെടുക്കുന്ന ഒരു കല്യാണം കൂടിയാണ്. ഏകദേശം 10,000 ആൾ ഒരു കല്യാണത്തിനും ഒരു 2000-ഓളം ആൾ മറ്റേ കല്യാണത്തിനും. അതായത് യഥാർത്ഥ റിയൽ മലപ്പുറം സ്റ്റോറി എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു കല്യാണം നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഉദാഹരണങ്ങളിൽ ഒന്നാണ്. എന്നാലും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇതിൻ്റെ സെറ്റിങ്സും ഇവിടെ വരുന്ന എത്രത്തോളം ആളുകളെ എങ്ങനെ നിയന്ത്രിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ലൈവായിട്ട് കുറച്ച് കാണാനുണ്ട്. തുടർന്ന് നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളിലൂടെ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കാം. അപ്പം പുതിയ വീഡിയോ കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, 2026 ഓഗസ്റ്റ് 23 സൺഡേ ഞായറാഴ്ച 10:30 ഈ നിക്കാഹ് കർമ്മം നടന്നത്. 11 മണി മുതൽ 3 മണി വരെ ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട സൽക്കാരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. ഇത്തരം കാര്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ എത്രത്തോനെ ആളുകൾ പങ്കെടുത്തിട്ടും അതിഥികളായി ഇവിടെ കടന്നു വന്ന ഒരാൾക്കും തന്നെ യാതൊരുവിധ പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതെ നല്ല രീതിയിൽ ഈ കല്യാണം പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്, അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. കാര്യം ഈ ഓഡിറ്റോറിയത്തിൽ ഒരേ സമയം നടക്കുന്നത് 2 വിവാഹങ്ങളാണ്. മാത്രമല്ല ഇരു വിവാഹങ്ങളിലുമായിട്ട് പങ്കെടുത്ത ആളുകൾ ഏകദേശം 15,000-ഓളം ആളുകളാണ്. അതിനിടയിൽ സ്ക്രീനിലൂടെ നമ്മൾ കാണുന്നത് നിക്കാഹ് കർമ്മം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി കിച്ചണുമായി ബന്ധപ്പെട്ട കാഴ്ചകളും ഡൈനിങ് ഹാളിലെ ഒരുക്കങ്ങളൊക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5ഓളം ഡൈനിങ് ഹാളുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിഥികൾക്കായിട്ട്. അതിലൊന്ന് സ്പെഷ്യൽ ഗസ്റ്റുകൾക്ക്, അതായത് ധാരാളം മിനിസ്റ്റർമാരും MLA-മാരും അതുപോലെ നിയമപാലകരും സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നൊക്കെ ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ 5ഓളം ഡൈനിങ് ഹാളുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഒന്ന് സ്പെഷ്യൽ ഗസ്റ്റുകൾക്ക് വേണ്ടിയും 2 പുരുഷന്മാർക്കും 2 സ്ത്രീകൾക്കും. ഇങ്ങനെയാണ് ഡൈനിങ് ആളുകളുടെ ക്രമീകരണങ്ങൾ സെറ്റാക്കിയിട്ടുള്ളത്. ഒറ്റത്തവണ 1000-ഓളം വരുന്ന ആളുകൾക്ക് സുന്ദരമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കൂടി അണിയറയിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേറെ ആളുകൾ വരുന്ന ഒരു കാര്യത്തിന് എന്തുമാത്രം ഹാർഡ് വർക്ക് നടക്കേണ്ടി വരും എന്നും അതുപോലെ തന്നെ വ്യക്തമായ പ്ലാനിങ്ങും അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ധാരാളം ആളുകളും ഇങ്ങനെ ഒരു സാഹചര്യത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഇതേ ഓഡിറ്റോറിയത്തിൽ 2 കല്യാണമാണ് നടക്കുന്നത് എന്ന് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് ഒരു ഫാമിലി മുസ്ലിം ഫാമിലി ആണെങ്കിൽ മറ്റൊന്ന് ഹൈന്ദവ ഫാമിലിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം സ്വാഭാവികമാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നമുക്കൊരൽപ്പം കൂടി മുന്നോട്ട് പോയതിനു ശേഷം വിശദീകരിക്കാം. അതിനു മുമ്പായി ഇവിടെ വിവാഹിതരാകുന്ന വധുവരന്മാർ ആരൊക്കെയാണെന്നും ഏതായിരിക്കും അവരുടെ കുടുംബം എന്നുള്ളതും ഇങ്ങനെയൊരു വാർത്ത അറിയുമ്പോൾ കാഴ്ചക്കാരിൽ ചോദ്യമായി കിടക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്തായാലും ഏതായിരിക്കും ആ കുടുംബം എന്ന് നമ്മളൊന്നറിയാൻ പോവുകയാണ്. അബ്ദുസലാം ആൻഡ് സെലീന ദമ്പതികളുടെ പ്രിയപുത്രനായ ഷാഹുൽ അമീദും MR മുഹമ്മദ് അലി ആൻഡ് ഹബീബ ദമ്പതികളുടെ പ്രിയപുത്രിയുമായ ഫാത്തിമ ദിയ എന്നിവരുടെ കല്യാണമായിരുന്നു ഇവിടെ നടന്നതിൽ ഒന്നെങ്കിൽ മറ്റൊന്ന് സിദ്ധാർത്ഥ വിത്ത് ലക്ഷ്മി എന്നിവരുടെ കല്യാണമായിരുന്നു. അങ്ങനെ ഇരു കുടുംബത്തിൽ നിന്നുള്ള കല്യാണം അവർ ഒരുമിച്ച് നടത്തി എന്ന് വേണം പറയാൻ. കാര്യം ഇരു കല്യാണത്തിലും കൂടി എത്തിച്ചേരാനുള്ള ആളുകളുടെ എണ്ണം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ്. മാത്രമല്ല 10-15,000-ഓളം ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ സമൂഹത്തിലെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ടാകും. ഒത്തിരി VIPs കടന്നു വന്നിട്ടുണ്ട്, ഉദ്യോഗസ്ഥർ കടന്നു വന്നിട്ടുണ്ട്, രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ആളുകളെ നല്ല രീതിയിൽ നിയന്ത്രിക്കുക, അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കുക എന്നുള്ളത് വലിയ ഒരു ടാസ്ക് തന്നെയാണ്. എന്തായാലും ആ കാര്യത്തിൽ ഇവർ വിജയിച്ചു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇവിടെ വന്നു ചേർന്നുള്ള കാറുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. അത് സലാംക്കയുടെ ഫാമിലിയാണ്. അതുപോലെ തന്നെ വരനും വന്നിട്ടുണ്ട്. സലാംക്കയുടെ കാറാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചതാണ് സലാംക്ക ഈ കാറ് എന്നുള്ളതാണ്. പലർക്കും പല താല്പര്യങ്ങളാണ്. അതടിസ്ഥാനത്തിൽ പ്രഗത്ഭനായ ഫിലിം സ്റ്റാറിൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കാറ് വേണം എന്നുള്ളത് സലാംക്കയുടെ പ്രത്യേക താല്പര്യമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങോട്ട് കടന്നു വരുന്നത് ബഹുമാന്യനായ ഗാന്ധപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ഇങ്ങനെ ധാരാളം VIPs ഇങ്ങോട്ട് കടന്നു വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. രാവിലെ 8:30 തന്നെ ഇവിടെ എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചു. ഞാനിവിടെ വന്നു ചേരാനുള്ള ഒരു അവസരം ഒരുക്കിയത് കൽപ്പഞ്ചേരിക്കാരൻ എന്ന നിലക്ക് കൽപ്പഞ്ചേരിയിലെ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന അൻവർ അമീൻ ഖയുടെ പാർട്ണറും കൂടിയാണ് സലാംക്ക. പെട്രോ ഓസിൽ ഗ്രൂപ്പിലെ ഒരു അംഗവും കൂടിയാണ് അമീൻ ഖയും. സലാംക്കയും പല പല ബിസിനസ്സിലും പാർട്ണേഴ്സാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണം അൻവർ അമീൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് നടന്നിരുന്നത്. എല്ലാത്തിൻ്റെയും നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു. ഒരുപക്ഷെ അമീൻ ഖയുടെ
അമീനക്കയുടെ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കല്യാണവും വലിയ രീതിയിൽ ജനപങ്കാളിത്തം ഉണ്ടാകാറുണ്ട്. അത്തരം കാര്യങ്ങളിൽ പരിചയസമ്പന്നനാണ് അമീൻക. അതുകൊണ്ട് തന്നെയായിരിക്കാം സലാംബായി തന്റെ പ്രിയ പാർട്ണറായ സുഹൃത്തായ അമീൻകയെ ഈ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ നേതൃത്വം വഹിക്കണം എന്ന് പറയാനും ഏൽപ്പിക്കാനും കാര്യം എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അണിയറയിൽ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് കൽപ്പഞ്ചേരിക്കാരായിരുന്നു. കൽപ്പഞ്ചേരിക്കാരൻ എന്ന നിലക്ക് തന്നെയാണ് ഞാനും ഇവിടെ എത്തിച്ചേർന്നത്. ഇതിനെല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ട് ലത്തീഫ് കൽപ്പഞ്ചേരിയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നടന്നു പോയിരുന്നത്. അതിന്റെ മാനേജ്മെന്റിങ് കാര്യങ്ങളിലെ ചുക്കാൻ പിടിച്ചത് ലത്തീഫ് കൽപ്പഞ്ചേരിയാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ ഹസൻ തങ്ങൾ, അതുപോലെ തന്നെ സിറാജ് മാഷ്, ഇവരടങ്ങുന്ന ഒരു വലിയൊരു ടീം തന്നെ ഇതിനെ കോർഡിനേറ്റിംഗ് കാര്യങ്ങളുടെ ചുമതല വഹിച്ചിരുന്നു. എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നടപ്പിലാക്കി. നിക്കാഹ് ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. അവിടേക്ക് ധാരാളമായിട്ടുള്ള ആളുകൾ കടന്നു വരുന്നു. തൊട്ടു മുമ്പായിട്ട് കടന്നുപോയത് ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകനാണ്. ഇവിടെ കടന്നു പോകുന്നത് ധാരാളം പണ്ഡിതന്മാരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ഈ നിക്കാഹ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി കടന്നു വരുന്ന കാഴ്ചകളാണ്. അതുപോലെ ഗ്രൗണ്ടിലായിട്ട് നമുക്ക് ഫയർഫോഴ്സും അതുപോലെ തന്നെ ആംബുലൻസും ഡോക്ടേഴ്സിൻ്റെ ഒക്കെ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ മുൻകരുതലുകളും അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ എല്ലാ മുക്കും മൂലയും അവർ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് തന്നെ ദിവസങ്ങളോളമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ പൂർത്തീകരണ ദിവസമാണ് ഇന്ന് ഇവിടെ സംഭവിക്കുന്നത്. അതിനിടയിൽ സലാംക്കയുടെ മകൻ ഷാവുൽ അമീദ് പണ്ഡിതന്മാരുമായി സലാം പറയുന്നതും വിശേഷങ്ങൾ പങ്കുവെക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടത്. നിക്കാഹ് ആരംഭിക്കാൻ സമയമായി. കൃത്യം 10:30 നിക്കാഹ് ആരംഭിക്കും. ബഹുവന്യരായ പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും നേതൃത്വത്തിലാണ് നിക്കാഹ് കർമ്മം ആരംഭിക്കാനുള്ളത്. അതിലേക്ക് വേണ്ടി വേദിയിലേക്ക് നടന്നു നീങ്ങുകയാണ് സലാംക്കയുടെ പ്രിയപുത്രൻ ഷാഹുൽ അമീദ്. ഇവിടെ നമുക്ക് സലാംക്കയും അൻവർ അമീൻ സാഹിബിനെയും അതുപോലെ തന്നെ തെയ്യമ്പാട്ടിൽ ഷർഫുദ്ദീൻ സാഹിബിനൊക്കെ കാണാൻ സാധിക്കും. അവരെല്ലാം വിശദമായി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട തിരക്കിലൊക്കെ സജീവമായി നിലനിൽക്കുന്നു. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അമീൻകയാണ് കാര്യങ്ങളുടെ ഒക്കെ നേതൃത്വം വഹിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും അമീൻക തയ്യാറല്ല എന്ന് തെളിയിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. നിക്കാഹ് ചടങ്ങുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി വരൻ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുന്നോടിയായിട്ട് പണ്ഡിതന്മാരുടെയും ബന്ധപ്പെട്ടവരുടെയും ഒക്കെ സമ്മതം വാങ്ങിക്കുന്നതും അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റേജിൽ നിന്നുള്ള കാഴ്ചകളാണ്. അല്പസമയത്തിനുള്ളിൽ നിക്കാഹ് കർമ്മം ആരംഭിക്കും. ഇവിടെ പ്രിയതമക്ക് നൽകുന്ന മഹറാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നതോടുകൂടെ നിക്കാഹ് കർമ്മങ്ങൾ ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ട് ധാരാളം ആളുകൾ സദസ്സിലേക്ക് കടന്നു വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ലൈവ് കാഴ്ചകളാണ് ഇനി ഒരൽപ്പം മുന്നോട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ സദസ്സിലേക്ക് കടന്നു വരികയാണ് വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കൂടെ സംസുദ്ദീൻ
ബിൻ മുഹിയുദ്ദീനും കൂടെ ഉണ്ട്. അതുപോലെ ബന്ധപ്പെട്ട ധാരാളം ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് കടന്നു വരുന്നു. എല്ലാത്തിനും ചുക്കാൻ പിടിച്ചുകൊണ്ട് അമീൻ ഖാ അതുപോലെ തന്നെ സലാം ഭായി ഒക്കെ ഓരോരുത്തരെയും ഓരോ അതിഥികളെയും സ്വീകരിച്ച് സദസ്സിലേക്കും സ്റ്റേജിലേക്കും കൊണ്ടുപോകുന്ന തിരക്കിലുമാണ്. ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നിറഞ്ഞു കവിഞ്ഞ സദസ്സ് നമുക്ക് കാണാം. അതുപോലെ തന്നെ സ്റ്റേജ് നമുക്ക് കാണാൻ സാധിക്കും. ഹൈദരലി ശിഹാബ് തങ്ങൾ എത്തിച്ചേരുന്നതോടുകൂടെ നിക്കാഹ് കർമ്മം ആരംഭിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിശേഷമാണ്, ഇവിടുത്തെ നിക്കാഹ് കർമ്മം കഴിഞ്ഞതിന് ശേഷം ബഹുമാനനായ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും നേതൃത്വത്തിൽ ഇതേ ഓഡിറ്റോറിയത്തിൽ തന്നെ നടക്കുന്ന വധുവരന്മാരെ ആശീർവദിക്കാനും ആശംസിക്കാനുമായി കടന്നു പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരം കാഴ്ചകൾ അസാധാരണമല്ല, സർവ്വസാധാരണയാണ് എന്നും കൂടി നമുക്കെല്ലാം അറിയുന്നതാണ്. അതിനിടയിൽ പുറത്തേക്ക് വരുമ്പോൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ്. ധാരാളം ആളുകളാണ്, ഒത്തിരി വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. ആളുകൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 10:30 ബഹുമാനായ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വരവും കാത്തിരിക്കുകയാണ് ഇവിടെ എല്ലാവരും. അവരെ സ്വീകരിക്കാൻ വേണ്ടി തങ്ങളവர்கள் കടന്നു വന്നിട്ട് വേണം നിക്കാഹ് കർമ്മങ്ങൾ ആരംഭിക്കാൻ. അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആളുകളൊക്കെ അവരുടേതായിട്ടുള്ള ജോലികളൊക്കെ വളരെ ഭംഗിയായിട്ട് ഉത്തരവാദിത്തത്തോടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ബഹുമാന്യനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹസൻ തങ്ങളുടെ നേതൃത്വത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ കൂടെ കള്ളിയത്ത് ബാബു സാഹിബ്, യാഹു സാഹിബ്, അതുപോലെ വെട്ടിച്ചിറ മൊയ്തു സാഹിബ് അടങ്ങുന്ന ഒരു വലിയ ടീം തന്നെ ബഹുമാന്യരായ തങ്ങളവർകളെ സ്വീകരിക്കുന്നതും വേദിയിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിക്കാഹ് കർമ്മത്തിൽ നിന്നുള്ള അല്പം കാഴ്ചകൾ നമുക്ക് ലൈവായിട്ട് കാണാനുണ്ട്. وقال مصالحين من عبادكم وإنه هو الغفور الرحيم وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. زوجتي وانكحتها بنتي فاطمة ديانها متزوجها بهذا المجني مذكور ورضيت به. എൻ്റെ മകൾ ഫാത്തിമ ദിയെ. അങ്ങനെ നിക്കാഹ് കർമ്മങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. ഇനി അവർക്കുള്ള ഭക്ഷണം സൽക്കാരങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യം ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കൽപ്പകഞ്ചേരി ടീമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അൻവർ അമീൻ ഖായുടെ നേതൃത്വത്തിൽ അവരുടെ നിർദ്ദേശപ്രകാരം അതിനുവേണ്ടി വരുന്ന അതിഥികൾക്ക് ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലാണ്. ബന്ധപ്പെട്ട ആളുകളെല്ലാം മണിയറയിൽ അവരവർക്ക് ഏൽപ്പിക്കപ്പെട്ട ചുമതലകളിലേക്ക് സജീവമാവുകയാണ്. 5ഓളം വരുന്ന ഡൈനിങ് ഹാളുകളിൽ ഓരോ ഗ്രൂപ്പുകളായി അവർക്ക് നിർദ്ദേശിച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു. ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയാണ് ഇവിടെ ധാരാളമായിട്ടുള്ള ആളുകൾ കടന്നു വന്നിട്ടുള്ളത്. വണ്ടി വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാകും. ഇത് മാത്രമല്ല പുറത്തുണ്ട്. അപ്പോൾ ഇത്രയേറെ തിങ്ങി നിറഞ്ഞ ഒരു ജനക്കൂട്ടത്തെ വളരെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. അൻവർ അമീൻ ഖായുടെ ഇടപെടലും അദ്ദേഹത്തോടൊപ്പം കട്ടക്ക് നിൽക്കാൻ വേണ്ടി കൽപ്പഞ്ചേരിയിലുള്ള ലത്തീഫ് സാഹിബിൻ്റെയും അതുപോലെ തന്നെ ഹസൻ തങ്ങളുടെയും സിറാജ് ഖയുടെ നേതൃത്വത്തിൽ വലിയൊരു ഗ്രൂപ്പ് തന്നെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഈ ഒരു കല്യാണം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചതെന്ന നിരീക്ഷണത്തിൽ വീഡിയോ ചുരുക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.